കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള കൂട്ടുകാരെ, മറ്റൊരു റിപ്പബ്ലിക് ദിനത്തിനു കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുമായിട്ടാണ് തേൻമൊഴിയുടെ സ്പെഷ്യൽ എപ്പിസോഡ് കൂട്ടുകാരിലേക്ക് എത്തുന്നത്. ആദ്യമായി എന്താണ് ഈ റിപ്പബ്ലിക് എന്ന് വെച്ചാൽ? നമ്മളിങ്ങനെ പറയാറില്ലേ, റിപ്പബ്ലിക് ദിനം എന്നൊക്കെ പറയാറില്ലേ? അതിൽ ഈ റിപ്പബ്ലിക് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഒരു രാജ്യത്തെ റിപ്പബ്ലിക് എന്ന് വിളിക്കുക. ആ രാജ്യത്തിന്, ഇപ്പോൾ നമ്മുടെ രാജ്യമായാലും മറ്റു റിപ്പബ്ലിക്കൻ രാജ്യങ്ങളായാലും, ആ രാജ്യത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭരണാധികാരി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണാധികാരി ആകുമ്പോഴാണ് ഒരു രാജ്യത്തെ നമ്മൾ റിപ്പബ്ലിക് എന്ന് വിളിക്കുക. കൂട്ടുകാർക്ക് മനസ്സിലായോ? മറ്റൊരു കാര്യം ഈ ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത്? അതും നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണ പുതുക്കലും ഒക്കെ ആയിട്ടാണ് ശരിക്കും നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ എന്തുകൊണ്ടാണ് ഈ ജനുവരി 26 എന്നുള്ളത് റിപ്പബ്ലിക് ഡേ ആയി സെലക്ട് ചെയ്തതെന്ന് കൂട്ടുകാർക്കറിയോ? അതിനൊരു കാരണമുണ്ട്. 1930 അഥവാ നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടപ്പിൽ വരുത്തിയ പൂർണ്ണ സ്വരാജ്, ഇന്ത്യ രാജ്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണം എന്നൊരു ആഹ്വാനം നടത്തിയ ഒരു ദിനമാണ് 1930 ജനുവരി 26 എന്ന തീയതി. അപ്പോൾ ഈ തീയതിക്ക് പിന്നിൽ അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. ഏതായാലും നമുക്ക് ഈ ഒരു ദിവസത്തിൽ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. നമ്മൾ കേട്ടിട്ടില്ലേ, ഇന്ത്യയിലെ നിയമങ്ങളും മറ്റുമൊക്കെ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടന. നമുക്കൊരു കാര്യം അറിയാവോ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ ഈ ഒരു ദിവസത്തിൽ പ്രത്യേകം അറിയണം. അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടന, നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ, അവരൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു ഭരണഘടനാ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ആളുകൾ നമ്മുടെ ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് നമ്മുടെ ഭരണഘടന ശരിക്കും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ രാജ്യത്തോട് ചില കടമകളുണ്ട് അല്ലേ? അത് കൃത്യമായി നിറവേറ്റണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താ? നമുക്കൊക്കെ വേണ്ടി ഈ രാജ്യം, നമ്മുടെ രാജ്യത്തെ സർക്കാരുകളൊക്കെ ഒരുപാട് പണമാണ് ചെലവഴിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ സുരക്ഷയ്ക്കുമൊക്കെ വേണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെന്ന നിലക്ക് നമ്മൾ ഈ രാജ്യത്തോട് തിരിച്ചു ചെയ്യേണ്ട ഒരു കടമയാണ് നമ്മൾ നന്നായി പഠിക്കുക, ഏറ്റവും ഉയരങ്ങളിലെത്തുക, അതുവഴി ഈ രാജ്യത്തിന് തിരിച്ച് സേവനം ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളത് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പഠിക്കുന്ന കുട്ടികളാണ് ഏറ്റവും നന്നായി പഠിക്കുകയും ഏറ്റവും നല്ല ഉയരങ്ങൾ സ്വപ്നം കാണുകയും ചെയ്യുക. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാമല്ലോ, നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നു. ആ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നന്മ നിറഞ്ഞ മൂല്യങ്ങളുണ്ട് അല്ലേ? ജനാധിപത്യം, അതുപോലെ മതേതരത്വം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരുപാട് നല്ല മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ അടുത്ത ഇലക്ഷനിൽ വിജയിക്കാനും, അതല്ല നമ്മുടെ രാജ്യത്തിന് ദോഷമായി ഇത്തരം മൂല്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ തോൽക്കാനുമൊക്കെ നമ്മുടെ കുഞ്ഞു മനസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളിൽ ഒരിടം നമ്മൾ കൊടുക്കണം. കേട്ടല്ലോ, നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് തേൻമൊഴിക്ക് കൂട്ടുകാരോട് പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സന്തോഷത്തിൻ അറിവേകും തേൻമൊഴി. തേൻമൊഴി നന്മയുടെ